താരങ്ങൾ കൺചിമ്മാതെ ഭൂമിയെ നോക്കി നിന്ന ആ തണുത്ത രാത്രിയിൽ വിണ്ണിൽ നിന്ന് താഴേക്കിറങ്ങിയ വാനദൂതരായിരുന്നു ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം ലോകത്തെ അറിയിച്ചത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വർഗത്തിലും ഭൂമിയിലും സംജാതമാകുന്ന സകലത്തെയും ഈ രണ്ട് ആശംസകളിലൂടെ മാലാഖമാർ സംഗ്രഹിക്കുന്നുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്താണ് ഈ ആശംസയുടെ പൊരുൾ? വിജയിക്കാമായിരുന്നിട്ടും തോറ്റുകൊടുക്കുന്നതിലും സ്വന്തം മഹത്വം മറന്ന് ചെറുതാകുന്നതിലുമാണ് സന്മനസ്. താനാണ് ഏറ്റവും വലിയവൻ എന്ന് സ്ഥാപിക്കുന്ന തിരക്കിലാണ് ഇന്ന് പലരും. മറ്റൊരാൾ പറയുന്നതിൽ സത്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാലും അതൊക്കെ സമ്മതിച്ചു കൊടുത്താൽ താൻ ചെറുതായി പോകുമോ എന്നാണ് ഭയം. എന്നെ അങ്ങനെയൊന്നും കൊച്ചാക്കാമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് ചിലരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? എല്ലാവർക്കും ചെറുതാവാൻ മടിയായതുകൊണ്ടാവണം ദൈവം സ്വയം ചെറുതായത്. ഈ സന്മനസ്സിന്റെ വലിയ പാഠം നമ്മെ പഠിപ്പിക്കാൻ കൂടി വേണ്ടിയാവണം അവിടുന്ന് ഒരു ശിശുവായി അവതീർണനായത്. സ്വീകരിക്കുന്നതിനേക്കാളും നൽകുന്നതിലാണ് സന്മനസ്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യകുലത്തോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ സന്മനസ്സിന്റെ അനുസ്മരണം കൂടിയാണ് ക്രിസ്മസ്. മറ്റൊരാൾക്ക് പ്രതിഫലേച്ഛയില്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴെല്ലാം ക്രിസ്മസ് ആണ്. കാരണം അയാൾക്കുള്ളത് ക്രിസ്തു മനസ്സാണ്. ക്രിസ്തു മനസ്സുള്ളവരിലൂടെ രക്ഷകൻ എന്നും പുനർജനിക്കുന്നു. ഇത്തരം സന്മനസ്സുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് പുൽക്കൂട്. ദൈവഹിതത്തിനു മുന്നിൽ തന്റെ ബുദ്ധിക്ക് അടിയറവ് വെച്ച് തലകുനിച്ചു നിൽക്കുന്ന കന്യാമറിയം. അവളെ അപമാനിക്കാൻ വേണ്ടവിധ കാരണങ്ങൾ ഉണ്ടായിട്ടും ദൈവേഷ്ടത്തിന് വിധേയനായ യൗസേപ്പ്, എളിയരായ ആട്ടിടയന്മാർ, ആരാധ്യരായ രാജാക്കന്മാർ, സ്തുതികൾ പാടുന്ന മാലാഖമാർ ആയതിനാൽ തന്നെ അവിടെ ഏറ്റവും വലിയ ദൈവിക സമാധാനത്തിന്റെ പ്രതീകമാകുന്നു. സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതിലും സ്വയം മഹത്വം മറന്ന് ചെറുതാകുന്നതിലും ഇത്തരം ആൾക്കാരുടെ ഹൃദയങ്ങളിൽ ദൈവിക സമാധാനം വന്ന് നിറയും. അവരുടെ ഹൃദയം പുൽക്കൂടിന് സമാനമാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന അനുഭവം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.